സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതുചരിത്രം 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞിന്റെ അവയവങ്ങളുമായുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തും. ഇപ്പോൾ കഴക്കൂട്ടം താണ്ടിയിരിക്കുകയാണ് ആംബുലൻസ്. ഇപ്പോൾ സുലേഖ ചേരുന്നു വിവരങ്ങളുമായി. സുലേഖ, അവയവങ്ങളുമായി ആംബുലൻസ് എത്തിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് കിംസ് ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴക്കൂട്ടം പിന്നിട്ടിട്ടുണ്ട് അവയവങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ ഉമ സൂചിപ്പിച്ച പോലെ തന്നെ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി അവയവദാതാവാകുന്നു അത് എന്നത് ചരിത്രം കുറിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 5 പേർക്കാണ് ഇത്തരത്തിൽ അവയവങ്ങൾ നൽകി പുതുചരിത്രം രചിക്കുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന 10 മാസം പ്രായമുള്ള പെൺകുട്ടി. ഇത്തരത്തിൽ ഈ 5 അവയവങ്ങൾ എന്ന് പറയുന്നത് കരൾ, 2 വൃക്ക, അതിനൊപ്പം തന്നെ ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ഈ കുട്ടിയുടേതായിട്ടുള്ള ദാനം ചെയ്യുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കിംസ് ആശുപത്രിയിലേക്ക് അവയവങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് എത്തും എന്നുള്ളത് തന്നെയാണ്. ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും പോലീസും മറ്റും ഇടപെടൽ നടത്തിയിട്ടുണ്ട്. റോഡുകളൊക്കെ തന്നെയും ക്ലിയർ ചെയ്യുന്ന സാഹചര്യം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴക്കൂട്ടം മുതൽ കിംസ് ആശുപത്രി വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് അല്പം ബ്ലോക്കുള്ള ഇടങ്ങളാണ്. അവിടങ്ങളിൽ ഇത്തരത്തിൽ പോലീസിന്റെ നിയന്ത്രണത്തിൽ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ, വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കാനുള്ള സജ്ജീകരണങ്ങൾ അത് പോലീസ് നടത്തിയിട്ടുണ്ട്. ഈ കഴക്കൂട്ടത്ത് മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെയും ഉള്ള ഈ ട്രാഫിക്കുകൾ ഒഴിവാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് സജ്ജമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ജനങ്ങളും ഇത്തരത്തിൽ ഈ അവയവദാനത്തിന് പങ്കുചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ ഈ ആംബുലൻസിന്റെ നമ്പർ അടക്കം ഷെയർ ചെയ്തുകൊണ്ട് ഈ ആംബുലൻസിന് വഴിയൊരുക്കുന്ന സാഹചര്യം അത് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ അവയവങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് അത് കിംസ് ആശുപത്രിയിലെത്തും. കിംസ് ആശുപത്രിയിൽ നിലവിലിപ്പോൾ 6 മാസം പ്രായമായ കുട്ടിക്കാണ് കരൾ ദാനം ചെയ്യുന്നത്. അതിനുള്ള ശസ്ത്രക്രിയാ നടപടികളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. അവയവം കൊണ്ടുവന്ന ഉടൻ തന്നെ അവയവങ്ങൾ ഇവിടെ കിംസ് ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ അവയവത്തിലുള്ള പരിശോധന, അതിനുശേഷം ഈ ശസ്ത്രക്രിയ നടത്തുമെന്നുള്ളത് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈ അവയവം സ്വീകരിക്കുന്ന കുട്ടി, 6 മാസം പ്രായമുള്ള കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ചികിത്സകളൊക്കെ തന്നെയും കഴിഞ്ഞ് ശസ്ത്രക്രിയക്ക് മുന്നേയുള്ള പരിശോധനകളൊക്കെ തന്നെയും ക്ലിയർ ചെയ്തതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവയവം എത്തേണ്ട താമസം മാത്രമാണ്. ഇനി ശസ്ത്രക്രിയക്ക് അത്രമാത്രമാണ് സമയമുള്ളത്. എന്തായാലും 6 മാസം പ്രായമായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയെ തന്നെ, നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള 6 മാസം പ്രായമായിട്ടുള്ള കുട്ടിയാണ് ഈ കരൾ സ്വീകരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കരൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അത് ഈ കിംസ് ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ. കിംസ് ആശുപത്രിയിലാണ് ആദ്യം ആംബുലൻസ് എത്തുക, പിന്നീടാണ് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തുക. അവിടെയാണ് മറ്റ് അവയവങ്ങൾ, ഹൃദയവാൽവ് അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം കഴക്കൂട്ടം പിന്നിട്ടിട്ടുണ്ട് ആംബുലൻസ് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം കഴക്കൂട്ടത്തിന് ശേഷം ഇവിടേക്കാണ്, കിംസ് ആശുപത്രിയിലേക്കാണ് ആംബുലൻസ് എത്തേണ്ടത്. ആ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ, മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ കഴക്കൂട്ടത്ത് നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.